എനിക്ക് ഇത്രയും ബോഡി ഷേമിങ് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. ഇറ്റ്സ് ഫസ്റ്റ് ടൈം. ബോഡി ഷേമിങ് ഒട്ടും ഒരു ഫണ്ണി തിങ് അല്ല, അതൊട്ടും അപ്രിഷ്യേറ്റബിൾ അല്ല. ഏറ്റവും കൂടുതൽ എനിക്ക് ഹേർട്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പിൻ്റെ അകത്ത് കൂൾ വെച്ചിട്ടുണ്ടോ, ഹാൻഡ്സ് വെച്ചിട്ടുണ്ടോ, ഈ കമൻസ് ഒക്കെ ഭയങ്കര സീരിയസ് കമൻ്റാണ് അത്. എനിക്കറിയാം ഞാൻ ബ്യൂട്ടിഫുൾ ആണ്. എല്ലാ ദിവസവും ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ലൈക്സും നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലാതെ കുറേയില്ല. ഒരുപാട് സൈബർ ബുള്ളിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരറിയുന്നില്ല ആ ഒരു വ്യക്തി ചിലപ്പോൾ സൂയിസൈഡ് ചെയ്തേക്കാം. അത്രയും ട്രോമയാണ് അവർ എനിക്ക് ആ ഒരു റീലിൽ തന്നെ ആ കമൻറ്റ് സെക്ഷനിൽ അത്രത്തോളം എനിക്ക് തന്നിട്ടുണ്ട്. ഈ നെഗറ്റീവ് പറയുന്നവർക്ക് അറിയില്ല അവരെത്രമാത്രം ഇത് പറയുമ്പോൾ ഒരാളുടെ ഉള്ളിൽ അവരൊരു മുറിവേൽപ്പിക്കുക ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്നവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ മനുഷ്യരല്ല, മനുഷ്യരുടെ കാറ്റഗറി പെടുത്താൻ പറ്റത്തില്ല. എനിക്ക് ക്രൗഡ് ഭയങ്കരമായിട്ടും ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഗെയിമിനകത്ത് ഞാൻ പുലിയും വെളിയിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടും ആണല്ലേ. പെറ്റ് നെയിം ലൂണ ആൻഡ് സ്റ്റാർക്ക് 3000. ലൈക്ക് ഐ ലവ് യു 3000 എന്ന് പറയുന്നത് ടോണി സ്റ്റാർക്കിൻ്റെ ഡയലോഗാണ് ആക്ച്വലി. അങ്ങനെയാണ് ആ പേര് എനിക്ക് വന്നത്. അപ്പോൾ എന്നെ പലരും സ്കാർലറ്റ് എന്ന് വിളിക്കും, സ്കാർലു എന്ന് വിളിക്കും, ആൻ എന്ന് വിളിക്കും, ലൂണ എന്ന് വിളിക്കും. ഒരുപാട് സെർവേഴ്സിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. ഒരുപാട് സിറ്റീസ്, TKRP, പിന്നെ സിയോൺ സിറ്റി. അപ്പോൾ TKRP ആണ് എൻ്റെ ഫസ്റ്റ് സെർവർ. അതെൻ്റെ ഫസ്റ്റ് ഹോമാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഗെയിമിംഗ് ഫീൽഡല്ലേ, അപ്പോൾ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, കുറേ ഫെയിം വരില്ലേ എന്ന്. ഞാൻ ഒരിക്കലും ഫെയിം ആഗ്രഹിച്ച് പോകത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. നമ്മുടെ ചാനൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ അതിലോട്ട് എത്തിച്ചോളൂ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ലൂണയാണ്. നമസ്കാരം. ഗെയിമറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ യൂണിവേഴ്സിനെ കുറിച്ച് ഒരു പരിചയമില്ല. പക്ഷെ മോളുടെ റീസെൻ്റ് ആയിട്ടൊരു വീഡിയോയിൽ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് നടത്തിയതിൻ്റെ ഒരു ഫീല് വന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയുക, നമ്മളെ രൂപം വെച്ചിട്ടാണ് ഓരോരുത്തരും ഇവിടെ നമ്മൾക്ക് എത്രത്തോളം, അതായത് പണ്ട് പറയും നമ്മൾ ജോലി വെച്ചിട്ടാണ് നിങ്ങളെ എത്ര റെസ്പെക്ട് ചെയ്യണം, നിങ്ങൾക്ക് എത്ര പഠിപ്പുണ്ടോയെന്നുള്ളതല്ല, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സൗന്ദര്യത്തിൻ്റെ ഘടകവും. അത് നോക്കിയപ്പോഴാണ്, സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് വലിയ വലിയ ഗെയിമൊക്കെ കളിക്കുന്ന ഒരാളാണ്. ശരിക്കും ഗെയിമിനെ കുറിച്ച് പറഞ്ഞേ. ഞാൻ ആക്ച്വലി ചൈൽഡ്ഹുഡ് തൊട്ടേ ഗെയിമിങ്ങിൽ വന്നതാണ്. ആക്ച്വലി എനിക്ക് ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഷൂട്ടിംഗ് ഗെയിംസിനോടാണ് ഭയങ്കര താല്പര്യം. വെടിവെപ്പ്. അതായത് ആക്ച്വലി എന്താ പറയുക, എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. പുള്ളിക്കാരൻ എപ്പോഴും ഈ ഷൂട്ടിംഗ് ഗെയിംസിൻ്റെ ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ജസ്റ്റ് ഒന്ന് അവിടെ റൂമിൽ പോയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കുറേ ഗെയിംസ് ഉണ്ട്, ലൈക്ക് കാർ റേസിങ്, ബൈക്ക് റേസിങ് എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കും, ഒന്ന് കളിച്ച് നോക്കട്ടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ കളിക്കും. അങ്ങനെ കളിച്ച് അവസാനം ഞാൻ കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഐ തിങ്ക് 2021 എനിക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു കറൻ്റ്ലി ഗെയിമിങ്ങിൽ എന്നെ കുറച്ച് ഫ്രണ്ട്സ് ഗെയിമേഴ്സ് ഉണ്ട് ആക്ച്വലി. അവർ എന്നോട് പറഞ്ഞു സ്റ്റോറി മോഡ് ഗെയിംസ് കളിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആക്ച്വലി ഞാൻ അതിലൊന്നും പ്രൊഫഷണൽ അല്ല. ഞാൻ ഇറ്റ്സ് എ ബിഗിനറാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ടോം റൈഡർ കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായി. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോറി മോഡ്സിനെ കൊണ്ട് എത്ര താല്പര്യം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോറിയിൽ നമ്മൾ മാത്രമായിരിക്കും. നമ്മൾ ഹീറോ, നമ്മൾ വില്ലൻ തന്നെ. നമ്മുടെ കൂടെ കുറച്ച് കമ്പാനിയൻസ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു ഓൺലൈൻ ഗെയിംസിനോട് അതിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞു നമുക്കൊന്ന് GTA റോൾ പ്ലേ ഒന്ന് കളിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി എനിക്ക് അതിൻ്റെ സ്റ്റോറി മോഡേ അറിയത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു സെർവർ, ഓൺലൈൻ സെർവറൊക്കെ വെച്ചിട്ട് എല്ലാവരും അതിൽ കയറുക, ഓൺലൈൻ റിയൽ ആൾക്കാരുടെ ഒപ്പം കളിക്കുക എന്നൊക്കെ പറയുന്നത്, അത് ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്രൗഡ് ഭയങ്കരമായിട്ടും ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്താ പറയുക, എൻ്റെ കംഫർട്ട് സോൺ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ലവ്ഡ് വൺസിൻ്റെ കൂടെ ഇരിക്കുന്ന, അതാണ് എൻ്റെ കംഫർട്ട് സോൺ ആക്ച്വലി. പക്ഷേ ഇത്രയും പേര്, ഞാൻ അങ്ങനെ അവസാനം ഓൺലൈൻ സെർവർ ഒരു സിറ്റിയിൽ, ഒരുപാട് സെർവേഴ്സിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. ഒരുപാട് സിറ്റീസ്, TKRP, പിന്നെ സിയോൺ സിറ്റി,
അപ്പോൾ TKRP ആണ് എൻ്റെ ഫസ്റ്റ് സെർവർ. അത് എൻ്റെ ഫസ്റ്റ് ഹോമാണ്. TKRPക്ക് ശേഷം സെക്കൻഡ് ഹോമായിട്ട് സിയോൺ സിറ്റിയാണ് വരുന്നത്. അപ്പോൾ സിയോൺ സിറ്റിയിൽ എനിക്ക് ഭയങ്കരമായിട്ടും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതും. അപ്പോൾ അതിൽ ആക്ച്വലി ആ ക്യാരക്ടറിൻ്റെ പേര് സ്കാർലെറ്റ് എന്നാണ്. ഞാനിപ്പോൾ കണ്ടിരുന്നു, യൂട്യൂബ് വീഡിയോയിൽ കണ്ടിരുന്നു. യെസ്, അതിന് ഓഡിയോ കൊടുത്ത് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? നമ്മൾ തന്നെയാണ് സൗണ്ട് കൊടുക്കുന്നത്. അപ്പം എൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ പേര് പറയും ആനിമി വോയിസ് ഫീൽ ചെയ്യാറുണ്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ AI വോയിസ് ഫീൽ ചെയ്യാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആ ക്യാരക്ടർ ആക്ച്വലി ബേസ്ഡ് ഓൺ കംപ്ലീറ്റ് സ്റ്റോറി അല്ല ഞാൻ എടുത്തേക്കുന്നത്. ഒരു ഹാഫ് വിച്ച് ആൻഡ് ഹാഫ് വാരിയർ, നിഞ്ച, ആ ഒരു രീതിയിലത്തെ ഒരു ക്യാരക്ടറാണ്. എപ്പോഴും സോഡൊക്കെ വെച്ചിട്ടാണ് നടക്കുന്ന ആ ഒരു ക്യാരക്ടർ. ആൻഡ് അത് പാട്ടും പാടും. ഞാൻ സിംഗറാണ്, പാട്ടും പാടും. അപ്പം അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി. അതായത് ഫസ്റ്റിലെ ഞാൻ സാധാരണ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോഴത്തേക്കും അവരിങ്ങോട്ട് വന്ന് നമ്മൾ അങ്ങോട്ട് പോയി പരിചയപ്പെടുക ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ നേരെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കും, പരിചയപ്പെടും. ഗെയിമിന്റെ അകത്ത് തന്നെ അവർക്ക് എന്താ വേണ്ടത്. ഗെയിമിനകത്ത് ഞാൻ പുലിയും വെളിയിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടും ആണ് അല്ലേ? വെളിയിൽ ആളുകളുമായിട്ടുള്ള ഒരു കംഫർട്ട്സ് ആണല്ലോ. ഗെയിമിൽ എന്ത് വേണേലും ചെയ്യും. ഗെയിമിലൊക്കെ ഞാൻ എല്ലാമാണ്. ലൈക്ക് എൻ്റെ കൂടെ ആൾക്കാരും ഉണ്ട്, അതാകുമ്പോൾ എനിക്ക് ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ് സ്കാർലെറ്റ്. കാരണം ആ ക്യാരക്ടർ പാട്ട് പാടും, നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. ഇംഗ്ലീഷ് RP-ആണ് ആക്ച്വലി കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ ഒരുപാട് മലയാളീസ് അതിലുള്ളത് കൊണ്ട് മലയാളവും സംസാരിക്കണമല്ലോ. അപ്പം മലയാളവും സംസാരിക്കും. അങ്ങനെയാണ് അവസാനം കുറച്ച് ഒരു ഐ തിങ്ക് 2020 അല്ലെങ്കിൽ ഒരു 22 ആ ഒരു ഇയർ ആയപ്പോഴത്തേക്കും കുറച്ച് പോപ്പുലറായ ഒരു ക്യാരക്ടർ മെച്ചപ്പെട്ട് വന്നു. പേരെങ്ങനെയാ ശരിക്കും? എൻ്റെ അനുമോൾ ജോസഫ് എന്ന പേര്. അനുമോൾ ജോസഫ്. നാട് ഇവിടെ കൊച്ചി തന്നെ. കൊച്ചി തന്നെ. എത്ര വരെ പോയി പഠിക്കാൻ? ഞാൻ ആക്ച്വലി ഡിഗ്രി വരെ പോയി. പക്ഷെ ഞാൻ ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പാഷനായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ കുറച്ച് യുണീക്കാണ് ആക്ച്വലി. അതായത് ഇപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പാഷൻ തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ. ലൈക്ക് സിംഗിങ് ഉണ്ട്, ഡാൻസിങ് ഉണ്ട്, ഞാൻ ആർട്ട് വർക്ക് ചെയ്യും, പിന്നെ ഇപ്പോൾ ഗെയിമറും ആണ്, സ്ട്രീമറും ആണ്. സോ ബേസിക്കലി ഓൾ മൾട്ടി ടാലൻറ്റഡ് ആണ് ഞാൻ. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയാറുണ്ട് ഇത്രയും ഞാൻ ആകെ പഠിച്ചിട്ടുള്ളത് സിംഗിങ് മാത്രമാണ്, ബാക്കി എല്ലാം ഞാൻ തന്നെ പഠിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഗെയിമിംഗ് ഫീൽഡിൽ ഞാൻ ആദ്യമായിട്ട് കടന്നു വന്നപ്പോഴത്തേക്കും അതിലുണ്ടായ ബാക്കി ഗെയിമേഴ്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഇത് എങ്ങനെയാണ് ലൈവ് സ്ട്രീം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ. സോ അവരെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട്. എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കാൻ കാരണം ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ലേൺ ചെയ്തത്? ഓക്കെ, അത് ഞാൻ പറയാം. അത് ഞാൻ ആക്ച്വലി പഠിച്ചത് ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയിൽ സെയിന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ. അവിടെ നമ്മൾ എപ്പോഴും ബേസിക്കലി മലയാളം ക്ലാസ്സസ് വരുമ്പോഴത്തേക്കും നമ്മൾ മലയാളം സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം. സോ ബേസിക്കലി അങ്ങനെ അവിടുത്തെ സ്റ്റുഡൻസ് അവിടുത്തെ പിള്ളേരോടൊപ്പം വളർന്ന ആ ഒരു അങ്ങനെയാണ് ഞാനിങ്ങനെ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഗെയിമിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഭയങ്കരമായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, അതെങ്ങനെയാണ് സംഭവിച്ചത്? എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ആ സമയത്ത് എനിക്ക് വയ്യാതിരിക്കുകയാണ്. എനിക്ക് ആ സമയത്ത് ഫീവറും കോഫൊക്കെ പിടിച്ചിരിക്കുക. കാരണം ക്ലൈമറ്റ് വേഴ്സ് ആണ് ഇപ്പോഴത്തെ. അപ്പോൾ ഞാനന്ന് എൻ്റെ ഒരു ഗെയിം ഓഫ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോയതാണ്. പോയ സമയത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു, എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ബാക്ക് സൈഡിൽ, ലുലുവിൻ്റെ ബാക്ക് സൈഡിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു മിനി വ്ളോഗ് ചെയ്തതേ ഉള്ളൂ, അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു കൊളാബ് ചെയ്യാൻ പറഞ്ഞു, കൊളാബ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കമൻറ്റ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി, ലൈക്സ് കൂടാൻ തുടങ്ങി, കമൻറ്റ്സ് ഇൻക്രീസ് ആവാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ കുറേ പേര് അത് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ,
എനിക്ക് ആക്ച്വലി വയ്യാതിരിക്കുന്ന ആ സിറ്റുവേഷനിൽ എന്ത് റിയാക്ഷൻ കൊടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് കുറച്ച് രണ്ട് ആൾക്കാരെ വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്തിട്ടുണ്ട് അതിൽ. അതും എനിക്ക് ഭയങ്കരമായിട്ടും ഹേർട്ടാക്കിയതാണ് പക്ഷെ എനിക്ക് പറയാനുണ്ടെങ്കിൽ ലൈക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഹേർട്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പിൻ്റെ അകത്ത് കൂൾ വെച്ചിട്ടുണ്ടോ, ഹാൻഡ്സ് വെച്ചിട്ടുണ്ടോ, ഈ കമൻസ് ഒക്കെ ഭയങ്കര സീരിയസ് കമൻ്റാണത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ബ്രോക്കൺ ആക്കിയത്. സോ എനിക്ക് ഇത്രയും ബോഡി ഷേമിങ് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. ഇറ്റ്സ് ഫസ്റ്റ് ടൈം, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ കോളേജിലുള്ള ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ചു. അവർക്കൊക്കെ ഭയങ്കരമായിട്ടും ഹേർട്ടായി. കാരണം ഞാൻ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ലൈക്സും നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അല്ലാതെ കുറയലില്ല ആ ഒരു വീഡിയോന്. എന്നിട്ട് ഞാനൊരു വോയിസ് ഓവർ കൊടുത്തു. അതേ ദിവസം രാത്രി തന്നെ ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ എന്നിട്ടും സ്റ്റിൽ ലൈക്സ് കൂടുന്നു, കമൻസ് കൂടുന്നു. നമുക്ക് കാണുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട്, അതായത് ഈ നെഗറ്റീവ് പറയുന്നവർക്ക് അറിയില്ല അവരെത്രമാത്രം ഇത് പറയുമ്പോൾ ഒരാളുടെ ഉള്ളിൽ അവരൊരു മുറിവേൽപ്പിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് അവർക്കറിയില്ല അവരെന്തൊക്കെ ചെയ്യുന്നതെന്ന്. ചിലപ്പോൾ അവരിത് പറയും തോറും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ഐ ഡോണ്ട് കെയർ എന്ന രീതിയിൽ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് എനിക്കൊന്നും പറയാനില്ല. അവരുടെ ഒരു ക്യാരക്ടറാണ് അവർ ആ കമൻറ്റിൽ കാണിക്കുന്നത്. അവരുടെ ഒരു ബിഹേവിയറിസം, അവർ പഠിച്ചേക്കുന്ന ഒരു ഇതാണ് അവരതിൽ എഴുതി ചേർത്ത് വെച്ചേക്കുന്നത്. ഫുൾ ആരായിട്ടായിരുന്നു കമ്പയർ ചെയ്തെന്ന് പറഞ്ഞത്? രേണുസുതി, പിന്നെ കലിപ്പൻ്റെ കാന്തരി, ആ ഒരു കുട്ടിയായിട്ട്. അതിൽ ആ കൊച്ച്, അവർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈലുണ്ട്, അവർക്ക് അവരുടേതായ ബ്യൂട്ടിനെസ് ഉണ്ട്. എനിക്ക് എൻ്റേതായ ബ്യൂട്ടി ഉണ്ട്. ഞാൻ അവരല്ല. അപ്പോൾ എനിക്ക് വിഷമമുണ്ട്. അവരെയും പറഞ്ഞാലും എന്നെയും പറഞ്ഞാലും എല്ലാവർക്കും അവരുടേതായ ഓൺ ബ്യൂട്ടി ഉണ്ട് അല്ലേ. ഈ പറയുന്ന നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് കുറവുകളില്ല എന്നല്ല, അവർക്കും കുറവുകൾ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്സിൽ ഭയങ്കര വീക്കാണ്. ഓക്കെ, അതൊരു കുറവാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ളൂ, അത് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിവില്ല എന്നല്ല. നമുക്ക് ഇപ്പം ഇതൊരു കുറവാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് നമുക്കെല്ലാം അറിയാം. എനിക്കിപ്പോൾ പാട്ട് പാടാൻ അറിയാം, അല്ലെങ്കിൽ ഗെയിം ചെയ്യാൻ എല്ലാം അറിയാം. ചിലവർക്കത് ഉണ്ടാവില്ല, മനസ്സിലായ. ഇപ്പോൾ കഴിവില്ലാത്തൊരു വ്യക്തി പറയുകയാണ് നിനക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവില്ല. പക്ഷെ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ പറയും, നിനക്ക് കഴിവുണ്ട്, ഓക്കെ, നിനക്ക് എന്താണ് നിനക്ക് ഇഷ്ടം അത് ചെയ്താൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അവനറിയാൻ പറ്റും, ഓക്കെ എനിക്കിതിൽ ഒരു ടാലൻ്റ് ഉണ്ട് എന്ന് സ്വയം അവന് പറയാൻ പറ്റും. ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് പാരൻസ് ഒന്നും ഇത് കണ്ടിട്ടില്ല, അവർക്കിതൊരു സർപ്രൈസ് ആണ്. അപ്പോൾ ബാക്കി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് കണ്ടു. ഗെയിം ഓഫ് ഫ്രണ്ട്സ് എല്ലാവരും കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അവരോട് പറയാനില്ല. ബിക്കോസ് ഇവർക്ക് ഇത് ഡയറക്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റും, ഓക്കെ. പക്ഷെ ഡയറക്റ്റ് വന്ന് പറയുമ്പോഴത്തേക്കും വിഷയം മാറും, നേരിട്ട് വന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട്. അത് കുറേ ആളുകൾ ഞാൻ കണ്ടിരുന്നു കൂള് വെച്ചതാണെന്ന്, പിന്നെ കുറച്ച് പേര് പല്ലേ കമ്പി ഇടണം എന്നുള്ള കാര്യങ്ങൾ. പല്ലേ കമ്പി ഇടുന്ന കാര്യം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുള്ളതാണ്. ഐ തിങ്ക് ഒരുപാട് വർഷമായി. ആ സമയത്ത് കമ്പി ഇട്ടു, പക്ഷെ പിന്നെ അത് ശരിയായില്ല. പിന്നെ ഇപ്പം അലൈനേഴ്സൊക്കെ വന്ന സ്ഥിതിക്ക് അലൈനേഴ്സ് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ലെങ്കിൽ പിന്നെ നമുക്കത് അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലേ. ഇപ്പം ഈ പറയുന്നവർ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത്ര റേറ്റ് ആവുള്ളൂ ക്ലിപ്പ് ഇടാനായിട്ടെന്നൊക്കെ പറയും. അവരെനിക്ക് കൊണ്ടുവന്ന് തരത്തില്ലല്ലോ അല്ലേ. സോ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും പുറമെ ഒരാൾ നോക്കുമ്പോഴത്തേക്കും നോർമലായിരിക്കും. പക്ഷെ എനിക്കറിയാം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കത് ഡിഫിക്കൽട്ടീസ് ഉണ്ട് അതിൻ്റേതായത്. അല്ല, ഞാനും എനിക്കും ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു
ഒരു റീമിക്സ് പോലെ ചെയ്തിട്ടിരുന്നത് ഒരു ഡാൻസ്. എൻ്റെ പൊന്നെ ഇതേതാ ഈ തള്ളാന്നൊക്കെ ചോദിച്ചു. ഞാൻ അവസാനം കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തു. എനിക്ക് ടെൻഷനായിപ്പോയി. മനസ്സിലായി, നമ്മൾ നമ്മുടെ സന്തോഷത്തിന് ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം കാണുന്നവർക്ക്. പിന്നെ ഇപ്പം അവർ പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ടാണ്, ഞങ്ങളും ചാർജ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ പ്രൊഫൈലിൽ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇട്ടതെന്ന് പറയും. പക്ഷേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ് നമ്മളൊരാളോട് ഇപ്പം ഈ റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ ബോഡി ഷേമിങ് നടത്തുന്ന സ്കിറ്റുകൾ പോലും അനുവദിക്കാത്തൊരു സമയമാണ്. കാരണം ഒരുപാട് മനുഷ്യർ ഒരു കാലഘട്ടത്തിൽ, ഞങ്ങളുടെയൊക്കെ ചെറുതിലെയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ബോഡി ഷേമിങ്. നിറത്തിൻ്റെ പേരിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ പല്ല് മുങ്ങിയതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പായും അമ്മയും ഈ വീഡിയോ കണ്ടിട്ടേ ഇല്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വഴി കണ്ടാലോ, കണ്ടു കഴിഞ്ഞാൽ അവരെ അറിയിക്കുമായിരിക്കും. ഓടാന്ന് പറയും. പപ്പയും മമ്മി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ടേക്ക് ഇറ്റ് ഈസി ചെയ്യണം? കാരണം മോള് ഗെയിമർ ആകുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ എങ്ങനെയായിരുന്നു അവർക്ക്? അവർക്ക് ആക്ച്വലി ഗെയിമിങ് എന്താന്ന് അറിയത്തില്ല. അവര് വളരെ പഴയ ആൾക്കാരാണ്, എന്നെ പോലെ തന്നെ. അതെ, പഴയ ആൾക്കാരാണ്. അപ്പൊ നമുക്കത് ഞാൻ ഇരുത്തി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതാണ് ഗെയിം, ഇതാണ് യൂട്യൂബ് ചാനൽ, ഇതിൽ ഇത്രയും അവേഴ്സ് കഴിഞ്ഞാലേ നമുക്കൊരു മോണിറ്റൈസേഷൻ ഓപ്പൺ ആയിട്ടേ നമുക്ക് അതിന് റവന്യൂ കിട്ടി തുടങ്ങത്തുള്ളൂ. അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 മണിക്കൂർ 4 മണിക്കൂർ രാവിലെയും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രാത്രിയാണ് കൂടുതലും പ്ലെയേഴ്സ് ആക്റ്റീവ്. ഇപ്പോൾ ഈ GTA റോൾ പ്ലേയില് കളിക്കുന്ന ഇതിൽ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് മിഡ് നൈറ്റ് ഉറങ്ങാതെ വെളുപ്പിന് വരെ ഇരുന്ന് ഒത്തിരി പേര് അതിലിരിക്കാറുണ്ട് വെളുപ്പിന് വരെ. അപ്പോൾ സ്ട്രീമും ചെയ്യും, കാരണം ഓഡിയൻസ് കാണാനുണ്ട് അത്രയും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും അവർക്ക്. അങ്ങനെ കുറച്ച് ഗെയിം ഓഫ് ഫ്രണ്ട്സിനെയൊക്കെ എൻ്റെ മമ്മി മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരെയും കൂടെ കാണണമല്ലോ. അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഭയങ്കര പ്രൗഡാണ് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. കാരണം നമുക്ക് ഗെയിമിങ് കോഴ്സ് തന്നെ ഉണ്ട് ഒരുപാട്, ഗെയിമിംഗ് ഡെവലപ്മെൻറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് രീതിയിലാണ്. എൻ്റെ ചാനൽ തന്നെ ഫസ്റ്റ് തുടങ്ങിയത്, സ്റ്റോറി മോഡ് ഗെയിംസ് തുടങ്ങിയത് തന്നെ ഇംഗ്ലീഷിലായിരുന്നു. പിന്നെ RPയിൽ വന്നപ്പോഴാണ് ഒരുപാട് പേര്, അതായത് മലയാളീസ് മാത്രമല്ല, ഹിന്ദിക്കാരുണ്ട്, തമിഴന്മാരുണ്ട്, ഒത്തിരി പേര് വന്നിട്ട് ആ സെർവറിൽ കളിക്കുന്നുണ്ട്. ഒരുപാട് സെർവേഴ്സ് ഉണ്ട് ആക്ച്വലി. നമ്മളുടെ ഫ്രണ്ട് സോണ് എവിടെ കളിക്കുന്നു അവിടെ നമുക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കളിക്കും. അങ്ങനെയാണ്. ഇപ്പൊ ഈ സ്റ്റോറി ബോർഡിനുള്ളത് നേരത്തെ തന്നെ തയ്യാറാക്കോ, അത് അതിനകത്ത് ചെല്ലുമ്പോൾ ഉചിതം പോലെ സംസാരിക്കും? ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗെയിമിംഗ് ഇതുണ്ട്, ഈ സ്റ്റീം എപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതിൽ നിന്നാണ് നമ്മൾ ഗെയിം മേടിക്കുന്നത്. ഗെയിം മേടിച്ചിട്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് ചിലപ്പോൾ നമ്മളത് ഫുള്ളൊന്ന് കളിച്ചു നോക്കും. അത് ഗെയിം നല്ലോണം ഓടുന്നുണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നത് തന്നെ. എന്നിട്ട് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്ത് അത് ഗെയിം ഫസ്റ്റ് ആ ഗെയിം എന്താണ്, അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഓഡിയൻസിന്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് ഇൻട്രസ്റ്റ് വരും കാണാൻ. പിന്നെ അതിനുശേഷം ഞാൻ ഈ GTA വന്നേ പിന്നെ ഈ റോൾ പ്ലേയിൽ വന്നേ പിന്നെ അതീ തന്നെയായി. എല്ലാവർക്കും പിന്നെ അത് കണ്ടാൽ മതി, അവർക്ക് സ്റ്റോറി മോഡ് ഒന്നും കാണണ്ട. സ്റ്റോറി മോഡ് കണ്ട അവർക്ക് ഈ ക്യാരക്ടർ മാത്രം കണ്ടാൽ മതി. ആ ക്യാരക്ടറിന്റെ രീതിയിലൊന്ന് സംസാരിച്ചേ. അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്താ പറയാ, എന്നോട് എന്തെങ്കിലും ചോദിക്കും. ഓക്കെ, അതിന്റെ ആ ക്യാരക്ടറിന്റെ പേരെന്നാ പറഞ്ഞേ? സ്കാർലെറ്റ്. സ്കാർലെറ്റ് രാവിലെ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളു സിറ്റിയിൽ. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കാണണം. പിന്നെ എനിക്ക് എൻ്റെ പെറ്റ്സിനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, പെറ്റ്സ് ആയിട്ടൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാങ് സിറ്റുവേഷനൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ആ ക്യാരക്ടർ ഗാങ്സ്റ്റർ ആയിരുന്നു. ഗാങ്സ്റ്ററിൽ നിന്ന് മാറിയിട്ടാണ് നമുക്ക് ആ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഗാങ്സ്റ്റർ ആവാം, നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം അതിൻ്റെ അകത്ത്. അപ്പം സ്കാർലെറ്റ് ഒരു പാട്ട് പാടിത്തരാമോ?
ചുമയുണ്ട്. ചുമ കുഴപ്പമില്ലല്ലോ. ചുമ ഇല്ല. ഗെയിമർ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയുമോ? ഇല്ലല്ലോ. ഞാൻ പാടിക്കൊടുക്കും. പിന്നെ ഞാൻ നോക്കി ചുമ വന്നാ പറയണേ. ഓക്കെ, ഞാൻ ചുമ വന്നാ പറയേണ്ട കാര്യമില്ല, ഞാൻ കേൾക്കുമല്ലോ. മലയാളം പാടാം. ചുണ്ടിൽ തത്തും കവിതയേ എന്നിലാവേ നിന്നിഴലിളകും എൻ കൺപീലിയിൽ നിൻ കനവുകളോ മിഴിനീരോ ഇന്നടയുകയായി എന്നിൽ കണ്ടോ കണ്ടോ കുളിരും പൂക്കളും വിതറുകയും മെല്ലെ മിന്നിൻ കുടിലിലെ പുതുവിരിയിൽ എന്നഴകും മനസ്സും കണ്ണാടിയും കണ്ടു കണ്ടോ കണ്ടു കണ്ടോ നീയൊരു മായാവിയായി കൺമറയും മുൻപേ എന്നെ കണ്ടോ. ചുമയായതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ ഒതുക്കുന്നതാണോ? അല്ലാതെ ഞാൻ നല്ലോണം പാടും. അല്ല, ഞാൻ ബേസിക്കലി ഹിന്ദി സോങ്സ് ആണ് പാടാറുള്ളത്. ഹിന്ദി സോങ്സോ? ഒരെണ്ണം പഠിക്കേ. महफिल में तेरी हम ना रहे जो गम तो नहीं है, गम तो नहीं है किसी हमारी नजदीकियों की, गम तो नहीं है, गम तो नहीं है कितनी दफा सुबह को मेरे तेरे आंगन में बैठे मैंने शाम किया अच्छा चलता हूँ दुआओं में याद रखना मेरे जिक्र का जुबां पे स्वाद रखना दिल के संदूकों में मेरे अच्छे खाम रखना चिट्ठी तारों में भी मेरा तो सलाम रखना अंधेरा तेरा मैंने रे लिया मेरा उजला सितारा तेरे नाम किया चन्ना मेरे आ चन्ना मेरे आ चन्ना मेरे आ बेलिया ओ पिया पिया. അനുപല്ലവി എന്നാണല്ലേ പല്ലവിയിലേക്ക് പോയത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാതിരുന്നത്. ഞാൻ ആലോചിച്ചത് ഏതാ പാട്ട്, ഇങ്ങനെ കുറെ നേരം ആലോചിച്ചു. പിന്നീടാണ് ആ മറ്റേ പല്ലവി വന്നപ്പോ ഇതായിരുന്നല്ലേ. എല്ലാവർക്കും കേൾക്കാൻ ഈ ഒരു സ്റ്റാൻസ് ആണ് ഇഷ്ടം. ഞാൻ ചില സിനിമ പാട്ടുകളിലെ അനുപല്ലവി കേട്ടിട്ട് മാത്രം ചെന്ന് ആ പാട്ട് കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. എല്ലാവർക്കും എന്റെ പാട്ടാണ് ഇഷ്ടം. ഗെയിമിന്റെ അകത്ത് കുറച്ചു നേരം അവരായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് എൻ്റെ അടുത്ത് ചോദിക്കും പാട്ട് പാടുമെന്ന് ചോദിക്കും. പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ടും വിഷമൊക്കെ വരും. ചില പാട്ടൊക്കെ ഞാൻ ഇപ്പോ ചുമ ആയതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പാടിയാനെ, ലൗഡായിട്ടൊക്കെ പാടി. ആ ഒരു ഡെപ്ത് അവർക്ക് കിട്ടും പാടുമ്പോഴത്തേക്ക്, ആ ഒരു ഫീല് അവർക്ക് കിട്ടും. ഈഗിളിനെ പോലുള്ളവരൊക്കെ ഒരു റൂമിൽ ഫുള്ള് ഗെയിം സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PC ഒക്കെ എന്റെ ആക്ച്വലി എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിപ്പോ ലാപ്ടോപ്പിലാണ് കളിക്കുന്നത്. അപ്പോ ലാപ്പിലാണ് ഇപ്പോൾ GTA ഒക്കെ. GTA ആക്ച്വലി കളിക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് സ്പെക്ക് അത്യാവശ്യം വേണം. ഇപ്പൊ അന്നത്തെ സമയത്ത് എൻ്റെ 6050 ആയിരുന്നു സ്പെക്ക്. ഇപ്പോൾ 3050 ആയി. കാരണം അത് സെർവറിൽ റൺ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം സ്പെക്ക് വേണം. ഗെയിമിംഗിലാണ്. പിന്നെ വേറെ എന്താണ് പരിപാടികളൊക്കെ? ബുക്സ് വായിക്കും. അത് ഭയങ്കര ഇഷ്ടമാണോ? വീട്ടിൽ നിന്ന് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാറില്ല? അയ്യോ, വളരെ കുറവാണ്.
ഞാൻ വീട്ടിൽ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഗെയിം കളിക്കുന്നതുകൊണ്ടേ നമ്മളെപ്പോഴും അതിൽ തന്നെ നമുക്ക് സ്ട്രീമിംഗ് ആണല്ലോ, ഇപ്പൊ ചാനൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ പുറത്ത് പോകും. ലൈക്ക് ഫ്രണ്ട്സൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരായിട്ട് പുറത്ത് പോകാറുണ്ട്. ഗെയിമിങ് ഇവൻറ്റ്സ് വരുമ്പോൾ അതിന് പോകാറുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വന്ന് കണ്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെപ്പോഴും ചോദിക്കും ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ, ആനെപ്പോഴും വന്ന് ഞങ്ങളുടെ കൂടെ സ്പെൻഡൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. പിന്നെ ഈ ആൻ സ്റ്റാർക്ക് എന്ന് പറഞ്ഞ ഒരു പേര് കിട്ടാൻ കാരണം, ആ പേര് എനിക്ക് ഫ്രണ്ട്സ് തന്നെയാണ് ഇട്ട് തന്നത്. ഞാൻ അയൺമാൻ്റെ ഭയങ്കര ഫാനാണ്, ലൈക്ക് ടോണി സ്റ്റാർക്ക്. സോ അങ്ങനെയാണ് എന്താ പറയുക, പെറ്റ് നെയിം ലൂണ ആൻ സ്റ്റാർക്ക് 3000. ലൈക്ക് ഐ ലവ് യു 3000 എന്ന് പറയുന്നത് ടോണി സ്റ്റാർക്കിൻ്റെ ഡയലോഗാണ് ആക്ച്വലി. ടോണി സ്റ്റാർക്കിൻ്റെ മകളോട് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ പേര് എനിക്ക് വന്നത്. അപ്പോൾ എന്നെ പലരും സ്കാർലറ്റ് എന്ന് വിളിക്കും, സ്കാർലു എന്ന് വിളിക്കും, ആൻ എന്ന് വിളിക്കും, ലൂണ എന്ന് വിളിക്കും. ഓരോരുത്തർക്ക് ഓരോ പേരുണ്ട്. സത്യത്തില് നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഗെയിമിങ് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഗെയിമിംഗ് ഫീൽഡിൽ നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണല്ലേ. ഞാൻ ജസ്റ്റ് സിമ്പിൾ പേഴ്സൺ ആണ്. ഞാൻ ഒരു സിമ്പിൾ പേഴ്സൺ ആണ്. ഞാൻ ഇങ്ങനെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ഗെയിമിംഗ് ഫീൽഡ് അല്ലേ, അപ്പോൾ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, കുറേ ഫെയിം വരില്ലേന്ന്. ഞാൻ ഒരിക്കലും ഫെയിം ആഗ്രഹിച്ച് പോകത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. നമ്മുടെ ചാനല് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ അതിലോട്ട് എത്തിച്ചോളും. ഇറ്റ് വിൽ ടേക്ക് ടൈം ഒരുപാട് എടുക്കും. അതിന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. സോ അങ്ങനെ അപ്പോൾ ഞാനും എന്നെപ്പോലെ തന്നെ ഒരുപാട് ഗെയിമേഴ്സ്, ഇത് കൊച്ചു കുട്ടികളടക്കം വലിയ ആൾക്കാർ ഗെയിമിംഗ് ഫീൽഡിലുള്ളതാണ്. സോ അവരും ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ ഓരോ ഇതിലെത്തുന്നതും അവർക്ക് ഓരോ ഇവൻറ്റ്സും കിട്ടുന്നതും അതിൽ അവർ ഗസ്റ്റായിട്ടൊക്കെ അവരെ വിളിക്കുന്നതൊക്കെ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അല്ല, ഞാൻ ഈഗിളിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ മുന്നേ നിന്നൊരു ചാനലിൽ അവർ ചെയ്തിട്ടുണ്ട്. അന്ന് അങ്ങനെ ഈ ഗെയിമിലെ പുള്ളിയുടെ ഇതിൽ നിറച്ച സിസ്റ്റവും കാര്യങ്ങളും. ഞാൻ ഈഗിളിൻ്റെ ആക്ച്വലി അവരുടെ TKRP ഉണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫസ്റ്റ് സെർവർ, അവരുടെ അന്തേരി എന്ന് പറയുന്ന അവർ ഗ്യാങ് ആണ് ആക്ച്വലി. അവരുടെ അണ്ടറിൽ വരുന്ന 3 ഫാമിലീസ് ഉണ്ട്. അന്നത്തെ സമയത്ത് അന്തേരി, ത്രിലോകം, കമ്മട്ടിപ്പാടം. ഞാൻ അന്തേരിയിലായിരുന്നു. അപ്പം അന്ന് എനിക്ക് അവരുടെ ഒരു ഫാമിലിയിൽ ഒരു ഭാഗമാവാന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്നതാണ് അത് ആക്ച്വലി. എന്താ പറയുക, അവരെ എനിക്ക് നേരിട്ട് മീറ്റ് ചെയ്യാനും പറ്റി. ഇവിടെ ലുലുവിൽ മാരിയറ്റിൻ്റെ ആ ഒരു സൈഡായിട്ട് ഇവൻ്റ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് 2023 ഒരു ഓണം ഇവൻ്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഈഗിളിനെയും. അതേപോലെ തന്നെ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരായിട്ട് ഫോട്ടോയും എടുത്തിട്ടുണ്ട്. അല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാർ ഗെയിം കളിക്കുമ്പോൾ തെറി വിളിച്ചിട്ട് കളിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ ശരിക്കും, എന്താണ് അത്? ഈ പറയുന്ന ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാനാണോ അതോ? ഒരുപാട് ഓഡിയൻസിന് ഇഷ്ടമാണ് അത്. തെറി കേൾക്കാൻ വരുന്ന കുറേ ഓഡിയൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഏത് യൂണിവേഴ്സിടെ? പബ്ജിയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിലും ഉണ്ട്, റോൾ പ്ലേയിലും ഉണ്ട്. റോൾ പ്ലേയിൽ കുറച്ച് വിഷയമായിട്ടായിരിക്കും വിളിക്കുന്നത്. ലൈവ് സ്ട്രീമിൽ ചിലപ്പോൾ അത് യൂട്യൂബുകാർ തന്നെ അത് മ്യൂട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫൺ എലിമെന്റ്സും ഉണ്ട് GTA-ക്കകത്ത് തന്നെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് സോളോ RP ചെയ്യണമെങ്കിൽ സോളോ റോൾ പ്ലേ ചെയ്യാം. ഗാങ്സ്റ്റർ RP ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാം. ഫോട്ടോസ് എടുക്കാം, പുതിയ ഫ്രണ്ട് സോൺ ഉണ്ടാക്കാം. തൊപ്പീനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ തൊപ്പീനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എക്സ്ലാൻഡിസ് സെർവർ ഉണ്ട്. ആ സെർവറിൽ എനിക്ക് തോന്നുന്നു എക്സ്ലാൻഡിസിലാണെന്ന് തോന്നുന്നു. തൊപ്പീനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കോൺവെർസേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോകുന്ന ആ ഗെയിമിൻ്റെ അകത്ത്, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അത്ര കമ്പനിയൊന്നുമില്ല അങ്ങനെ. ഈ ഗെയിം കളിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ടുകളാണോ? അല്ല, കുറേ പേരുണ്ട് ഇൻട്രോവേർട്സ്. അപ്പോൾ ഞാൻ എക്സ്ട്രോവേർട്ട് ആയിരുന്നു ആക്ച്വലി. പക്ഷെ പിന്നെ ഇൻട്രോവേർട്സിന്റെ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്സ് ഉണ്ട് ആക്ച്വലി.
പക്ഷെ അവരോട് സംസാരിക്കാനായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സംസാരിച്ച് പോകുന്നുണ്ടല്ലോ. പക്ഷെ അവർ പോലും അറിയാതെ അവർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവരെല്ലാവരും. എനിക്ക് ഓരോരോ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ, അവരും ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കപ്പിൾസ് ഉണ്ടെങ്കിൽ കപ്പിൾ ആർപ്പി ചെയ്യാം, ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ബോയ് ഫ്രണ്ട് ആർപ്പി ചെയ്യാം. അങ്ങനെ ഒരു ഫാമിലി തന്നെ ആർപ്പി ചെയ്യാൻ പറ്റും. അച്ഛനമ്മ അങ്ങനെയെല്ലാം, അങ്ങനെ അതെല്ലാം പറ്റും അതിൻ്റെ അകത്ത്. ആകെ നമ്മൾ ആഡ്മിൻസ് ഉണ്ടാവും സെർവറിൽ. തെറി പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും, ബാൻ ചെയ്യും അവരൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പാട്ട്, ഡ്രോയിങ്സ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. ഡാൻസും ഉണ്ട്. ഡാൻസ് ഞാൻ തന്നെ പഠിച്ചത്. പിന്നെ വരയ്ക്കും. ഇനി എന്താണ് ഫ്യൂച്ചറിൽ? ഇതിൽ തന്നെ, ഗെയിമിൽ തന്നെ? ഫ്യൂച്ചർ ഗോ വിത്ത് ദ ഫ്ലോ. അതായത് ഫ്യൂച്ചർ ഇപ്പൊ ഗെയിമിങ് ഞാൻ ഒന്നും കൂടെ ഇനി റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്തിട്ട് വേണം വീണ്ടും ഒരു കംബാക്ക്. എത്ര കംബാക്കാ എന്നറിയോ ഇപ്പോൾ. ഓരോ വർഷം 2 വർഷം ഞാൻ ഒരു ഗ്യാപ്പ് എടുത്തു. ഇപ്പോൾ വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വീണ്ടും എടുത്തേക്കുന്നത്. സോ തിരിച്ചു വരും ഇനി. തിരിച്ചു വരട്ടെ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഈ വീഡിയോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്കിപ്പോഴും ഷോക്കിംഗ് ആണ് ആക്ച്വലി. ഒരു സ്വപ്നം കണ്ട പോലത്തെ ഫീലാണ്. ഇത്രയും ബോഡി ഷേമിങ് എനിക്ക് എൻ്റെ പാരൻസ് പോലും അറിഞ്ഞിട്ടില്ല. അവരറിയുമ്പോൾ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല അവരുടെ റിയാക്ഷൻ. എനിക്ക് ഈ ഒരു ജസ്റ്റ് ഒരു അലൈനസ് ഇടാനുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അലൈനസ് മാത്രം ഇട്ടാൽ മതി. അതിൽ വേറൊരു ഇപ്പോൾ ഞാൻ പറയാലോ, ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഫേസിൽ ഇതെല്ലാം പോകും. അത് ഈ കമൻ്റ് ഇടുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രത്തോളം വേദനയുണ്ട്. ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരറിയുന്നില്ല ആ ഒരു വ്യക്തി ചിലപ്പോൾ സൂസൈഡ് ചെയ്തേക്കാം. തീർച്ചയായും മനസ്സിലായ അത്രയും ട്രോമയാണ് അവർ എനിക്ക് ആ ഒരു റീലിൻ തന്നെ ആ കമൻറ്റ് സെക്ഷനിൽ അത്രത്തോളം എനിക്ക് തന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫ്രണ്ട്സാണ്. അവർ ഞാൻ ഇങ്ങനെ ഇത്രയും ഡൗൺ വർത്ത് ഇരുന്ന സമയത്താണ് ഈ സാധനം, ഈ ഒരു റീല് വന്ന് ഇത്രയും ക്രൂഷ്യലായത്. അപ്പോൾ അവർ തന്നെ എന്നെ കുറച്ച് ബെറ്റർ ആക്കി. ഓക്കെ. അല്ലാതെ നേരാണ്, ഫ്രണ്ട്സ് നന്നായിട്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്യുമല്ലോ. പിന്നെ ബോഡി ഷേമിങ്ങിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞില്ല, നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കാലം എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് പറയാൻ പറ്റും, പക്ഷെ എത്ര പേരോട് പറയും നമ്മൾ. ചെന്നാൽ അത് ഇടുന്ന കമന്റ്സ് എല്ലാവർക്കും വായിക്കാനും എടുക്കാനും പറ്റുമല്ലോ. കുറേ ഇമോജീസ് ഒക്കെ ഞാൻ അതിനകത്ത് കണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാൻ പോയില്ല. നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു കൂടുതൽ കമന്റ് ഇടാൻ തോന്നും. എന്താണെങ്കിലും ഗെയിം എന്താ പറയുക, ഈ ഒരു വീഡിയോ വേണ്ടി വന്നു ശരിക്കും ഒരു ഗെയിമറാന്നുള്ള നിലയിൽ മൊത്തത്തിൽ അറിയപ്പെടാൻ. അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഗെയിം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു മേഖല ആയതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ഇതെല്ലാവർക്കും ഒരു പുതുമ. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇന്ന ആൾക്കാരെ വെച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു, ഇന്നെ കാണുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊരു നേരത്തെ ചിരിയും തമാശയാണ്. കാരണം ബോഡി ഷേമിങ് ഒട്ടും ഒരു ഫണ്ണി തിങ് അല്ല, അതൊട്ടും അപ്രിഷ്യേറ്റബിൾ അല്ല. പ്രത്യേകിച്ച് ഏതൊരു ജനറേഷൻ ആണെങ്കിലും, ഇപ്പോൾ 2026 ആണെങ്കിലും നെക്സ്റ്റ് കമ്മിങ് ജനറേഷൻ ആണെങ്കിൽ പോലും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. അത് ഇങ്ങനെ പറയുന്നവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ മനുഷ്യരല്ല, മനുഷ്യരുടെ കാറ്റഗറി പെടുത്താൻ പറ്റത്തില്ല. എൻ്റെ അവർക്കൊക്കെ ശിക്ഷ കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എത്രത്തോളം കമൻ്റ് ഇട്ടാൽ അത്രയും കമൻ്റ് അവർക്ക് ഇടാൻ പറ്റുമോ അത്രയും ഇട്ടാലും ഞാൻ അത്രയും ശ്രദ്ധ കൊടുക്കില്ല. കാരണം എനിക്കറിയാം ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടറാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. എനിവേ എന്താണെങ്കിലും കമൻസ് ഒന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക. അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. പക്ഷെ ഗെയിമിൽ ഇനിയും നല്ല ഇത് വെച്ചിട്ട് നല്ല കിടിലൻ ക്യാരക്ടർ ഉണ്ടാക്കുക. ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഈ ബോഡി ഷേമിങ് തന്നെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് എടുത്തിട്ട് മറുപടി കൊടുത്തുകൂടെ? ഒരു ക്യാരക്ടറിന് തന്നെ എന്തോരം പൊസിഷൻ കിട്ടാറുണ്ടെന്ന് പറയും. പണ്ട് കുറെ കിട്ടിയതാണ്, പക്ഷെ ആ ക്യാരക്ടർ എന്തുകൊണ്ട് അത് ശ്രദ്ധ കൊടുക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ അറിയാം അതിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ റിയാലിറ്റിനും അത് വരുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടും എനിക്ക് ഹേർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. റിയാലിറ്റി വരുമ്പോൾ അത് ഹേർട്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ക്യാരക്ടർ
വന്നായിരുന്നു ഗ്വെൻ സ്റ്റേസി എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട്. ആ ഒരു ക്യാരക്ടർ ഞാൻ കുറച്ച് നാൾ ഞാനത് കൊണ്ടുവന്നായിരുന്നു റോൾ പ്ലേയിൽ. ഇപ്പം ഇനി സ്പൈഡർമാൻ റിലീസാകുമ്പോൾ അത് തിരിച്ചു വരും, ആ ക്യാരക്ടറായിട്ട് വരും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, പപ്പ, ഞാൻ ഒരാളുള്ളൂ. ഒറ്റ മോളാണ്. അതെ. ഗെയിമിംഗ് കളിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരാൾ ആദ്യമായിട്ടാണ്, അല്ല കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഒരാളെ ഞാൻ കാണുന്നത്. അനു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാരക്ടറാണ് നമ്മളുടെ ബ്യൂട്ടിഫുൾ തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും ക്യാരക്ടർലെസ് ആണെങ്കിൽ തീർന്നു. ഒരു നേരത്തെ ഒരാളോട് നോക്കി പുഞ്ചിരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും അവർക്ക് വില കൊടുക്കത്തില്ല. മനസ്സിലായോ? പുഞ്ചിരി പോലും തരാൻ പറ്റാത്ത അത്രയും മനുഷ്യന്മാരാണ്. അത്ര തിരക്കുള്ളവരൊന്നും അല്ലല്ലോ. എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും വന്ന് ഇതെന്താ പറയുക, പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് എനിക്കറിയാം. സോറി. അപ്പം താങ്ക് യു വെരി മച്ച്. ഐ എം വെരി താങ്ക്ഫുൾ.